എല്ലാ മുറികളും തുറന്നു കൊടുക്കൂ. പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 7 മുതൽ 25 വരെ. ധ്യാനത്തിനായിട്ട് 18-ാം വാക്യം. എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. മഹാഭാരതത്തിലെ സുപ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ധൃതരാഷ്ട്രർ. ജന്മന അന്ധനാണെങ്കിലും മഹാപണ്ഡിതനും ജ്ഞാനിയുമായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. അതുപോലെ അധർമ്മം എന്താണെന്നും എനിക്കറിയാം, എന്നാൽ അതിൽ നിന്ന് പിന്മാറാനും സാധിക്കുന്നില്ല. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വികാരത്തിൻ്റെ ആജ്ഞയ്ക്ക് അധീനനായി എന്തെല്ലാമോ ഞാൻ ചെയ്തു പോകുന്നു. ധൃതരാഷ്ട്രരെ പോലെ ഏതോ ഹൃദയവികാരത്തിൻ്റെ പ്രേരണയാൽ അധർമ്മം പ്രവർത്തിച്ചു പോകുന്നത് നിമിത്തം സ്വയം പരിതപിക്കുന്ന അനവധി ആളുകളുണ്ട് ഇക്കാലത്തും. ധർമ്മം എന്താണെന്ന് അവർക്കറിയാം, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അധർമ്മം എന്താണെന്നും അവർക്കറിയാമെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നുമില്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്നവനാണ് ദൈവം. നമുക്ക് ബോധിച്ചവയെയോ സ്നേഹിക്കാം, ബോധിച്ചത് ചിന്തിക്കാം. നമ്മുടെ കർമ്മ ലക്ഷ്യങ്ങളുടെ കാര്യത്തിലും ഈ സ്വാതന്ത്ര്യം ഉണ്ട്. ദൈവം ഒന്നും മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവം അവയെ നമ്മുടെ നേർക്ക് വെച്ചു നീട്ടുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം ഒന്നാമതായി മനസ്സിലാക്കണം. ഈ സ്വാതന്ത്ര്യം വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ കർമ്മരംഗങ്ങളിൽ അധർമ്മം പ്രവർത്തിക്കുവാൻ ഇടയാകുന്നത്. എന്തുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല? ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏതോ വികാരമാണ് ധർമ്മം പ്രവർത്തിക്കാതിരിക്കാനും അധർമ്മത്തിൽ നിന്ന് പിന്മാറാതിരിക്കാനും പ്രേരിപ്പിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ വേദ വായനാ ഭാഗത്ത് പറയുന്നു. നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ ഇരുന്നാലും നമ്മുടെ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിക്കുവാനുള്ള കഴിവുണ്ടാകണമെങ്കിൽ ദൈവം ഹൃദയത്തിൽ അധിവസിക്കണം. മനുഷ്യൻ്റെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നവനായിട്ടത്രേ ബൈബിളിൽ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. വെളിപാട് 3:20. പലരും ദൈവത്തിന് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുള്ളവരായിരിക്കാം. എന്നാൽ അവർ ദൈവത്തെ യഥോചിതം സ്വീകരിച്ച് ഹൃദയ മന്ദിരത്തിൻ്റെ സ്വീകരണ മുറിയിൽ ഇരുത്താൻ മാത്രമേ തയ്യാറാകാറുള്ളൂ എന്ന് വില്യം ടെമ്പിൾ പറയുന്നത് ചിന്തനീയമാണ്. ഹൃദയത്തിൻ്റെ പല രഹസ്യമുറികളും തുറന്നു കൊടുക്കുവാൻ നമുക്ക് മനസ്സില്ല. നാം ജോലി ചെയ്യുകയോ ഉണ്ണുകയോ ഉല്ലസിക്കുകയോ ചെയ്യുന്ന മുറികൾ ദൈവത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടോ? മതത്തിൻ്റെ ബാഹ്യമൂടി കൊണ്ട് നാം തൃപ്തിപ്പെടുന്നു. മറ്റുള്ളവർ കാണുന്ന പൂമുഖത്ത് മാത്രം ദൈവത്തിന് പ്രവേശനം നൽകുന്നു. എന്നാൽ എത്ര സൗകര്യപ്രദമായ സ്ഥാനത്ത് ദൈവത്തെ സ്വീകരിച്ചിരുത്തിയാലും അവിടെ എത്ര തന്നെ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഉണ്ടായിരുന്നാലും ഹൃദയമന്ദിരത്തിലെ അടച്ചിട്ടിരിക്കുന്ന മുറിയുടെ വാതിക്കൽ ദൈവം മുട്ടിക്കൊണ്ടിരിക്കും. ഹൃദയത്തിൻ്റെ എല്ലാ മുറികളും തുറന്ന് ദൈവത്തിന് പ്രവേശനം നൽകാതെ ധർമ്മം പ്രവർത്തിക്കാതിരിക്കുന്നതിനും അധർമ്മത്തിൽ നിന്ന് പിന്മാറാതിരിക്കുന്നതിനുമുള്ള പ്രേരണയെ പുറത്താക്കുവാൻ നമുക്ക് സാധ്യമല്ല. സത്യത്തിന് മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിവുള്ളൂ. അതിനാൽ സത്യത്തിന്, അതെ ദൈവത്തിന്, ഹൃദയത്തിൻ്റെ എല്ലാ കോണുകളിലും പ്രവേശനം നൽകാതെ തിന്മയുടെ പിടിയിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കുകയില്ലെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഓർക്കണമേ, ആദരിക്കുന്ന ആദർശത്തിനായി ജീവിതം അർപ്പിക്കുന്നതാണ് പരമാനന്ദം. 2 കൊരിന്ത്യർ ലേഖനം 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.